നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 2. 2022 കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പ് നേടിയത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കഥകളി സംഗീതം, വേണുജി കൂടിയാട്ടം. 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങൾ. പുരുഷതാരം ലയണൽ മെസ്സി 3ാം തവണ അർജൻറ്റീന. വനിതാ താരം അയറ്റാന ബോൺമാട്ടി സ്പെയിൻ. പുരുഷ ടീം കോച്ച് പെപ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി. വനിതാ ടീം കോച്ച് സറീന വീക്ക്മാൻ ഇംഗ്ലണ്ട്. പുരുഷ ഗോൾ കീപ്പർ ഏദേഴ്സൺ ബ്രസീൽ മാഞ്ചസ്റ്റർ സിറ്റി. വനിതാ ഗോൾ കീപ്പർ മേരി എബ്സ് ഇംഗ്ലണ്ട്. ഫെയർ പ്ലേ അവാർഡ് ബ്രസീൽ പുരുഷ ടീം വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്. ഫിഫ പുസ്കാസ് അവാർഡ് ഗിൽഹർമി മദ്രുക ബ്രസീൽ. 75ാമത് പ്രൈം ടൈം എമി പുരസ്കാരം 2024. മികച്ച കോമഡി പരമ്പര ദി ബെയർ. മികച്ച ഡ്രാമ പരമ്പര സക്സെഷൻ. മികച്ച അന്തോളജി പരമ്പര ബീഫ്. മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. മികച്ച നടി കോമഡി കിൻഡ ബ്രൺസൺ. മികച്ച നടൻ ഡ്രാമ കീരൺ കുൽക്കിൻ. മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക. 2024 ജനുവരിയിൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് സീഡ് താരത്തെ തോൽപ്പിച്ച ഇന്ത്യൻ താരം സുമിത് നാഗൽ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരി KV ശ്രീദേവി. പ്രധാന കൃതികൾ യജ്ഞം, നിറമാല, അഗ്നിഹോത്രം, 3ാം തലമുറ, ദശരഥം, ചാണക്കല്ല്, ചിരഞ്ജീവി, മുഖത്തോട് മുഖം, തിരക്കൊഴിയാതെ, പറയിപെറ്റ പന്തിരുകുലം, ശ്രീകൃഷ്ണ കഥ, കുട്ടിത്തിരുമേനി, കൃഷ്ണാനുരാഗം. നാടകം കുറരമ്മ. സ്ഥലനാമങ്ങൾ, പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ആ പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനം മൗസ്ഗ്രാം. മൗസം എന്ന ആപ്പിലൂടെയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. ഒരു വാചകം കേട്ട ശേഷം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് മൊഴി മാറ്റുന്ന ജനറേറ്റീവ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ ആപ്പ് ഫാഷിനി പോഡിയം. വികസിപ്പിച്ച കമ്പനി ടെക് ജെൻഷ്യ. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ 24ൻ്റെ വേദി വിശാഖപട്ടണം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്ന പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ രാജാ രവിവർമ്മ പുരസ്കാരം 2022 ജേതാവ് സുരേന്ദ്രൻ നായർ. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സാറ, 4 വയസ്സ്, ചെക്ക് റിപ്പബ്ലിക്. 2024 ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഉദ്ഘാടനം ചെയ്ത സ്ഥലം കൊച്ചി. ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി. ബൈലാറ്ററൽ സീരീസിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICC നിയമിച്ച ആദ്യ ന്യൂട്രൽ വനിതാ അമ്പയർ സ്യൂ റെഡ്ഫെയ്ൻ, UK. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾ ഒന്നാമനായത് R പ്രജ്ഞാനന്ദ. അസം സംസ്ഥാനത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അസം ഭൈരവ് പുരസ്കാരം 2024 ജനുവരിയിൽ ലഭിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. 9ാമത് ഏഷ്യൻ വിൻ്റർ ഗെയിംസ് 2025 വേദി ചൈന. മുദ്രാവാക്യം ഡ്രീം ഓഫ് വിൻ്റർ, ലവ് എമംഗ് ഏഷ്യ. ഭാഗ്യചിഹ്നങ്ങൾ ബിൻ ബിൻ, നിനി എന്നീ പേരുകളിലുള്ള സൈബീരിയൻ കടുവക്കുട്ടികൾ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിൻഡ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്.
മന്നത്ത് പത്മനാഭൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും കേരളത്തിന് പുറത്തേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി നായർ സർവീസ് സൊസൈറ്റി ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദ ഏജസ്. ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രൈ ബേക്കറിലൂടെ വിജയം കരസ്ഥമാക്കിയ റഷ്യൻ താരം അന്ന ബ്ലിങ്കോവ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആണ് 42 പോയിന്റ് നീണ്ട ഡൈ ബ്രേക്കറിൽ കസാക്കിസ്ഥാൻ താരമായ എലേന റൈബക്കീനയെ അന്ന ബ്ലിങ്കോവ പരാജയപ്പെടുത്തിയത്. 2024 അണ്ടർ 90 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരിയിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പർ സെക്രട്ടറിയായി സംസ്ഥാന സർക്കാർ നിയമിക്കാൻ ഒരുങ്ങുന്ന മുൻ DGP ഡോക്ടർ ബി സന്ധ്യ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ ജപ്പാന്റെ ദൗത്യം സ്ലിം സ്മാൾ ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. സോവിയറ്റ് യൂണിയൻ, US, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസ്സർ കൈരളി രാജ്യത്ത് ഒരു സർവകലാശാലയിൽ നിന്നും ആദ്യമായാണ് ഇത്തരമൊരു നേട്ടം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി തമിഴ്നാടു. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി എറണാകുളം. ലോക ഡക്കർ റാലി 2024 റാലി 2 വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മലയാളി ഹരിത് നോവ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. 2024 ജനുവരിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മലയാളി രോഹൻ പ്രേം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യശില്പി ചന്ദ്രകാന്ത് സോംപുര. 2024 ജനുവരിയിൽ ഇന്ത്യ വികസിപ്പിച്ച ഹെവിഷുവർ ഏത് രോഗത്തിൻ്റെ പ്രതിരോധ വാക്സിനാണ്? ഹെപ്പറ്റൈറ്റിസ് എ. വാക്സിൻ വികസിപ്പിച്ച കമ്പനി ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ്, ഹൈദരാബാദ്. 2 ഡോസ് വാക്സിൻ ആണ്. 2024 ജനുവരിയിൽ സസ്യശാസ്ത്ര സീമാബലിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരി. ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനം നൽകാനുള്ള കേന്ദ്ര ടെലികോം വകുപ്പിൻ്റെ ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനി സ്റ്റാർലിങ്ക്. ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് GMPCS സർവീസ് എന്ന ലൈസൻസാണ് കമ്പനിക്ക് ലഭിക്കുക. പരാക്രം ദിവസ് ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 127ാം ജന്മവാർഷികമാണ് ഈ വർഷം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗിൽ. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് രവി ശാസ്ത്രി. ദേശീയ കൈയെഴുത്ത് ദിനം ജനുവരി 23. 2024 ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് സൊരയ്യ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI 2019-2020 വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി KN അനന്തപത്മനാഭൻ. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി വേദി കംബാല, ഉഗാണ്ട. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് അപ്പോളോ ക്യാൻസർ സെൻറ്റർ, ബംഗളൂരു. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതി ഏകാരോഗ്യം പദ്ധതി. 2024 ഭാരത് രത്ന അവാർഡ് ജേതാവ് കർപൂരി താക്കൂർ മരണാനന്തര ബഹുമതിയായി നൽകിയതാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച്.
ബീഹാർ മുൻ മുഖ്യമന്ത്രി, ജനനായകൻ എന്നറിയപ്പെട്ടു. ബീഹാറിൽ സർക്കാർ ഉദ്യോഗത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 26% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള മുൻഗേരിയാൽ കമ്മീഷൻ ശുപാർശ 1978 നടപ്പിലാക്കി. രാജ്യത്ത് ജാതി സംവരണം വഴിയുള്ള സാമൂഹിക പരിഷ്കരണത്തിനുള്ള വഴി തുറന്നത് അദ്ദേഹമാണ്. 2019 ഭാരത് രത്ന ജേതാക്കൾ പ്രണവ് മുഖർജി, ഭൂപേൻ ഹസാരിക, നാനാജി ദേശ്മുഖ്. 2024 ജനുവരിയിൽ പുറത്തുവന്ന ഹോബ്സിൻ്റെ സർവകലാശാല റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാർ. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ AI ഗായികയെ ഉപയോഗിച്ച് സംഗീതം തയ്യാറാക്കിയത് ഹെഷാം അബ്ദുൾ വഹാബ്. AI ഗായിക ലിൻഡ ഹായ് നന്ന എന്ന സിനിമയിലാണ് AI ഗായിക ഗാനം ആലപിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് മങ്ങാട് ബാലചന്ദ്രൻ. 2024 ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്ത് വിജയവാഡയിലെ സ്വരാജ് മൈതാനത്ത്, ആന്ധ്രാപ്രദേശ്. സാമൂഹിക നീതിയുടെ പ്രതിമ എന്നറിയപ്പെടുന്നു. ഉയരം 206 അടി, പ്രതിമയുടെ ഉയരം 125 അടിയും പീഠത്തിൻ്റെ ഉയരം 81 അടിയുമാണ്. 2024 ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയ മൈസൂർ ശില്പി അരുൺ യോഗിരാജ്. ദേശീയ സമുദായിക ദിനം ജനുവരി 25. 2011 മുതലാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര നിയമ മന്ത്രാലയം തുടക്കമിട്ട ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454. 2024 ജനുവരിയിൽ ബ്രിട്ടനിലെ യുവശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ബ്ലാവട്നിക് ഫാമിലി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ മലയാളി രാഹുൽ R. നായർ. പുരുഷ ഡബിൾസ് ടെന്നീസിൽ 1ാം റാങ്ക് നേടിയ ലോകത്തിലെ പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ 43ാം വയസ്സിൽ. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻറ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ജടായു പദ്ധതി മഹാരാഷ്ട്ര. 2024 പത്മ പുരസ്കാരങ്ങൾ ആകെ ജേതാക്കൾ 132. പത്മവിഭൂഷൺ ആകെ ജേതാക്കൾ 5. M. വെങ്കയ്യ നായിഡു പൊതുകാര്യം, Y. ജയന്തിമാല ബാരി കല, പത്മ സുബ്രഹ്മണ്യം കല, കുനിട്ടേല ചിരഞ്ജീവി കല, ബിന്ദേശ്വർ പതക് സാമൂഹ്യ സേവനം മരണാനന്തര ബഹുമതി. പത്മഭൂഷൺ ആകെ ജേതാക്കൾ 17. പത്മഭൂഷൺ നേടിയ മലയാളികൾ 2 പേർ. M. ഫാത്തിമ ബീവി പൊതുകാര്യം മരണാനന്തര ബഹുമതി. O. രാജഗോപാൽ പൊതുകാര്യം. പത്മഭൂഷൺ നേടിയ മറ്റ് പ്രശസ്തർ ഉഷ ഉതുപ്പ്, വിജയകാന്ത്, മിഥുൻ ചക്രവർത്തി. പത്മശ്രീ ആകെ ജേതാക്കൾ 110. പത്മശ്രീ ജേതാക്കളായ മലയാളികൾ 6 പേർ. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് സാഹിത്യം വിദ്യാഭ്യാസം. സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ. E.P. നാരായണൻ തെയ്യം കലാകാരൻ. സത്യനാരായണ ബെലരി കാസർകോട്ടെ പരമ്പരാഗത നെൽകർഷകൻ. P. ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം വിദ്യാഭ്യാസം മരണാനന്തര ബഹുമതി. മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം. പത്മശ്രീ ജേതാക്കളായ പ്രശസ്ത കായിക താരങ്ങൾ രോഹൻ ബൊപ്പണ്ണ ടെന്നീസ്, ജോഷ്ന ചിന്നപ്പ സ്ക്വാഷ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ പാർവതി ബറുവ അസം. കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നയപ്രഖ്യാപന പ്രസംഗത്തിനായി 78 സെക്കൻഡ് മാത്രമാണ് എടുത്തത്. 2023 മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വഹീദ്, സൗത്ത് ത്രിപുര കളക്ടർ. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യ വധശിക്ഷ നടപ്പിലാക്കിയത്
അലബാമ US. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ഭവതാരിണി സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകൾ. മുൻ ഹോക്കി താരമായിരുന്ന PR ശാരദയുടെ ആത്മകഥ ഫോർവേഡ്. ICC പുരസ്കാരം 2023. ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗം സർ ഗാർഫീൽഡ് സോബ്സ് ട്രോഫി പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയ. വനിതാ വിഭാഗം റാച്ചൽ ഹെയ്ഹോ ഫ്ലിൻറ്റ് അവാർഡ് നാറ്റ് സ്കിവർ ബ്രൈൻഡ് ഇംഗ്ലണ്ട്. ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗം വിരാട് കോഹ്ലി. വനിതാ വിഭാഗം ശമരി അട്ടപ്പട്ടു ശ്രീലങ്ക. പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഉസ്മാൻ ഖവാജ ഓസ്ട്രേലിയ. പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ സൂര്യകുമാർ യാദവ്. എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ രജിൻ രവീന്ദ്ര ന്യൂസിലൻഡ്. സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് അവാർഡ് സിംബാബ്വെ ക്രിക്കറ്റ്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനം 26 ജനുവരി 2024. 74ാമത് റിപ്പബ്ലിക് ദിനവാർഷികം അതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ്. ധീരതയ്ക്കുള്ള കീർത്തിചക്ര പുരസ്കാരം ലഭിച്ചവർ മേജർ ദിഗ്വിജയ് സിംഗ് റാവത്ത്, മേജർ ദീപേന്ദ്ര വിക്രം ബാസ്നറ്റ്, ഹവിൽദാർ പവൻകുമാർ യാദവ്, ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് മരണാനന്തര ബഹുമതി, ഹവിൽദാർ അബ്ദുൾ മജീദ് മരണാനന്തര ബഹുമതി, ശിപ്പായി പവൻകുമാർ മരണാനന്തര ബഹുമതി. അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമ കതിരവൻ. സംവിധാനം അരുൺ രാജ്. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ ഇഷ, ജോസ്ലിൻ. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഗംഗ. 19ാമത് ചേരിചേര ഉച്ചകോടിയുടെ പ്രമേയം ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ്. വേദി കംബാല, ഉഗാണ്ട. ഇന്ത്യൻ പ്രതിനിധി S. ജയശങ്കർ വിദേശകാര്യ മന്ത്രി. 14ാമത് ദേശീയ സമുദായക ദിനത്തിൻ്റെ 2024 ജനുവരി 25 പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാറായി 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഹവിൽദാർ പ്രീതി രജക്, മധ്യപ്രദേശ്. ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതികളിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ 2024 ജനുവരിയിൽ ISRO വിജയകരമായി പരീക്ഷിച്ച ദൗത്യം POM-3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ 3. 2024 ജനുവരിയിൽ ഇറാൻ വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ മഹ്ദ ഗവേഷണാവശ്യങ്ങൾക്ക്, കൈഹാൻ 2, ഹത്തീഫ് 1 വാർത്താവിനിമയ സൗകര്യങ്ങൾക്ക്. 2024 ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യാഗ്രാമ എഡ്ജ്. 2024 ജനുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി 9ാം തവണ സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ. കലിംഗ സൂപ്പർ കപ്പ് 2024 ഫുട്ബോൾ കിരീട ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ FC ഫൈനലിൽ ഒഡീഷ FCയെ പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്യാന സബലേങ്ക. ബെലാറസ് ഫൈനലിൽ ചൈനയുടെ ഷെൻ കിവനിനെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാനിക് സിന്നർ. ഇറ്റലി ഫൈനലിൽ റഷ്യൻ താരം ഡാനിൽ മെദ്വേദിനെ തോൽപ്പിച്ചു. പുരുഷ ഡബിൾസ് കിരീട ജേതാക്കൾ രോഹൻ ബൊപ്പണ്ണ ഇന്ത്യ, മാത്യു അബ്സൺ ഓസ്ട്രേലിയ. ഓപ്പൺ ഇറ പുരുഷ ഗ്രാൻഡ് സ്ലാമിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മാറി രോഹൻ ബൊപ്പണ്ണ. ഫൈനലിൽ സിമോൺ ബൊലല്ലി ആൻഡ്രിയ വാവസോറി സഖ്യത്തെ പരാജയപ്പെടുത്തി. ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി 30. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ
76-ാം വാർഷികമായിരുന്നു ഈ വർഷം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയി 2024 ജനുവരിയിൽ നിയമിതനായ മുൻ റെയിൽവേ ബോർഡ് അധ്യക്ഷൻ അനിൽ കുമാർ ലഹോട്ടി. 36-ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ്. ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ ഹൈദരാബാദ്. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി എക്കോ ടൂറിസം കേന്ദ്രം. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ന്യൂറലിങ്ക്. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ന്യൂറലിങ്ക്. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ റൂഫ് ടോപ്പ് സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടി കെ വാക്ക്. 75-ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മികച്ച ടാബ്ലോയ്ക്ക് 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ. ഈ വർഷത്തെ പ്രമേയം സ്ത്രീ ശാക്തീകരണവും സംസ്ഥാനത്തെ സമ്പന്നമായ കരകൗശല കൈത്തറി മേഖലയും. പീപ്പിൾസ് ചോയ്സ് വിഭാഗത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗുജറാത്ത്. മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് സാംസ്കാരിക മന്ത്രാലയം. പ്രമേയം ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം 9-ാം സ്ഥാനം. സംസ്ഥാന തലത്തിൽ 1-ാമതാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 2024 ജനുവരിയിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് രാജിവെച്ചത്. ജാർഖണ്ഡ് നിയുക്ത മുഖ്യമന്ത്രി ചംപൈ സോറൻ. 2024 ജനുവരിയിൽ സംസ്ഥാനത്തിൻ്റെ പുതിയ വിവരാവകാശ കമ്മീഷണറായി ശുപാർശ ചെയ്യപ്പെട്ടത് പ്രൊഫസർ എം ശ്രീകുമാർ, പ്രൊഫസർ ടി കെ രാമകൃഷ്ണൻ, ഡോക്ടർ സോണിച്ചൻ പി ജോസഫ്. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി ആനി ജോർജ് മാത്യു. 16-ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലിംഗ് താരം വിഷ്ണു ശരവണൻ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACC ചെയർമാൻ ആയി തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാ. 2024 ജനുവരിയിൽ പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ ഏതൊക്കെ ഗായകരുടെ ശബ്ദമാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത്? ഷാഹുൽ ഹമീദ്, ബംബബാക്കിയ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.